ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്രൈഡൽ സ്പെഷ്യൽ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ വീഡിയോ എന്നുള്ളത്. ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് മാത്രമല്ല, ഹെയർ സ്റ്റൈൽ ഉണ്ട്, കൂടാണ്ട് സാരി ഡ്രേപ്പിങ്ങിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് ഞാൻ പറയട്ടെ, ഇത് ബ്രൈഡൽ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫൗണ്ടേഷൻ, കൺസീലർ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ഹെവി മേക്കപ്പ് ലുക്കാണ്. പിന്നെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ഹെവി ആയിട്ട് ചെയ്താലാവും കുറേ കൂടി നന്നാവാമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസ് നല്ല ക്ലീൻ ആക്കി വെക്കുക. സ്കിൻ നല്ല ക്ലീൻ ആയതിന് ശേഷം ഞാൻ അലോവേര ജെല്ലാണ് ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത്. സ്കിന്നൊന്ന് കുറച്ചൊന്ന് കാമാവാൻ വേണ്ടിയിട്ട്, അതായത് ഇനി നമ്മൾ ലെയർ ചെയ്യാൻ പോകല്ലേ പ്രോഡക്റ്റ്സ്, അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് ഞാൻ മമ്മാർത്തിൻ്റെ അലോവേര ജെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് അലോവേര ജെല്ല് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു കുറച്ച് നേരം, ഒരു 30 സെക്കൻഡ് എങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം ഞാൻ അണ്ടർ ഐ ജെൽ ഉപയോഗിക്കുന്നത് എറോമ മാജിക്കിൻ്റെയാണ്. ഏതെങ്കിലും ഒരു അണ്ടർ ഐ ജെൽ ഉപയോഗിക്കുക. എന്തായാലും നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യണതല്ലേ, അപ്പോൾ അണ്ടർ ഐസ് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് ഒരു ജെല്ലോ ക്രീമോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ എഗെയിൻ നമ്മുടെ സ്കിന്നിന് സൂട്ടാവുന്ന ഏതൊരു മോയ്സ്ചറൈസറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഒരു 30 സെക്കൻഡ്സ് എങ്കിലും ഗ്യാപ്പ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പ്രൈമർ ഉപയോഗിക്കുകയാണ്. ഞാൻ സ്റ്റേ കോക്കിയുടെ പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മാത്രം എടുത്തിട്ട് ഫിംഗേഴ്സിൽ റബ്ബ് ചെയ്തിട്ട് മെയിനായിട്ട് പോർസ് ഉള്ള ഏരിയ, മൂക്കിൻ്റെ അവിടെ വേർക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ സ്മൈൽ ലൈൻസ് ഇല്ലേ, ചിരിക്കണ അവിടെ ഒരു വര വരില്ലേ, അവിടെയൊക്കെയാണ് ഞാൻ മെയിൻലി അപ്ലൈ ചെയ്യണത്. കഴുത്തിലും അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ ഞാൻ മെബലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്പഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യണത്. അപ്പോൾ സ്പഞ്ചിലേക്ക് കുറച്ച് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആ ഫൗണ്ടേഷൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തിട്ട് മെയിൻലി ടീ സോണിലാണ് അപ്ലൈ ചെയ്യണത്. ടീ സോണിലും പിന്നെ നെക്കിലും അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് സ്കിന്നിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഔട്ടർ കോർണേഴ്സിലും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസിലും മാത്രമല്ല നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ആക്ച്വലി കയ്യിലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നന്നാവില്ലല്ലോ. പിന്നെ ചെവിയിൽ അപ്ലൈ ചെയ്യുക, പിന്നെ കഴുത്തിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഹെയർ ലൈൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ലിപ് ബാം യൂസ് ചെയ്യുക. ഞാൻ നിവ്യയുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ മെബലിൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമുക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഒട്ടും ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വിരോധമില്ല. പക്ഷേ മിക്കവാറും നമുക്ക് ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്തൊക്കെ ഈ കൺസീലർ അപ്ലൈ ചെയ്യാം. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഫിംഗർ വെച്ചിട്ടൊന്ന് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇതേപോലെ. അതിനുശേഷം എഗെയിൻ സെയിം മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പ്രോഡക്റ്റ് ഇടണ്ട കേട്ടോ, കുറച്ച് മാത്രം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് പ്രോഡക്ട്സ് ലെയർ ചെയ്യും തോറും നമുക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാനൊരു ലൂസ് പൗഡറാണ് എടുക്കുന്നത്. ഞാൻ ഭാരത് ആൻഡ് ഡോറസിൻ്റെ ലൂസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റീവ് പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതാണ് ഞാൻ സെയിം മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെ പിക്ക് ചെയ്തെടുത്തിട്ട് കണ്ണിൻ്റെ താഴെ, കണ്ണിൻ്റെ മീതെ, പിന്നെ ഈ സ്മൈൽ ലൈൻസ് ഇല്ലേ, ചിരിക്കുന്ന ഭാഗത്ത് അവിടെ ഒരു വര വരും. അവിടെ ക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ക്രീസ് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെയും കൂടെ പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ മൂക്കിൻ്റെ അവിടെ, പിന്നെ മെയിൻലി ടീ സോൺ ഏരിയ കേട്ടോ. ഇനി ആ എക്സ്ട്രാ പൗഡർ കണ്ണിൻ്റെ മീതിയിൽ നിന്ന് ഞാൻ തട്ടി മാറ്റാണ്. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ഞാൻ ആദ്യം തന്നെ ഈ നല്ലൊരു പിങ്ക് ബർഗൻഡി ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു പോയിൻറ്റി ആയിട്ടുള്ളൊരു ബ്രഷിലെടുത്തിട്ട് ഔട്ടർ കോർണറിലും അതേപോലെ ക്രീസിലും, ഇപ്പോൾ ക്രീസ് എന്ന് പറയുന്നത് നമ്മുടെ മടക്കില്ലേ, കണ്ണിൻ്റെ മടക്ക്, അതേപോലെ തന്നെ ഈ ഔട്ടർ കോർണേഴ്സ് ഇല്ലേ, അവിടെയും നന്നായിട്ടൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് കുറച്ചൊരു ഫ്ലഫി ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ, അതിലെടുത്തിട്ട് നമ്മൾ ഈ പിങ്ക് ഷെയ്ഡില്ലേ, ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് തൊട്ട് മീതിയായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബേജ് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മീതിയായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമുക്കൊരു ഹാർഷ് ലൈൻ പാടില്ല, നമുക്ക് നല്ല സ്മൂത്ത് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ബേജ് ഷെയ്ഡ് നമുക്ക് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ സെയിം കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ മീതെ പകുതി വരെ മാത്രം കേട്ടോ, പകുതി വരെ മാത്രം നന്നായിട്ട് ആ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ മീതെ ഗോൾഡൻ കളറാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ആ ഗോൾഡൻ കളറ് നന്നായിട്ട്
തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ബേസ് ആയിട്ട് കൺസീലർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഫിംഗേഴ്സ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് തെളിഞ്ഞ് കാണും. എന്നിട്ട് എഗെയിൻ ഈ പിങ്ക് ഷെയ്ഡ് എടുക്കുക, ഒന്നും കൂടി നന്നായിട്ട് ഈ ഔട്ടർ കോർണേഴ്സിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ കുറച്ച് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവാം. അതൊന്നും കൂടി തെളിഞ്ഞ് കാണാനായിട്ട് ഈ ഔട്ടർ കോർണർ അപ്ലൈ ചെയ്യാം. എഗെയിൻ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുക. ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഔട്ടർ കോർണേഴ്സിൽ മാത്രം കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഈ പിങ്കിൻ്റെ മീതിയായിട്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രൗൺ ഷെയ്ഡ് തട്ടി കളഞ്ഞിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ക്രീസിൽ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി നല്ലൊരു ബ്ലെൻഡഡ് ലുക്ക് വേണം. ഇനി ഈ സമയത്ത് ഗോൾഡൻ ഷെയ്ഡ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇന്നർ കോർണേഴ്സിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഗോൾഡൻ കളർ ഐ ഷാഡോ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഇന്നർ കോർണേഴ്സ് നല്ലോണം പോപ്പപ്പ് ആയിട്ട് വരും. കാജലിന് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം കാജലാണ്. പ്ലം തന്നെയാണ് കേട്ടോ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാജൽ, അഫോർഡബിൾ റേറ്റിലുള്ളത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ പ്ലം കാജലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. പക്ഷേ എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ബെറ്റർ വൺ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതന്നെ ഞാൻ കണ്ണിൻ്റെ മീതിയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ ഞാൻ നല്ല തിക്കായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ണിൻ്റെ ഈ മുകളിലത്തെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, കൺപീലിയുടെ താഴത്തെ ഭാഗം, അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ മെബിലിൻ്റെ ജെൽ ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. എഗെയിൻ അത് വരയ്ക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ജെൽ ഐലൈനർ എടുത്തു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ പ്ലം വെച്ചിട്ട് തന്നെ എഴുതാവുന്നതാണ്. പക്ഷേ നമ്മൾ 2 കാജൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ലോങ് ലാസ്റ്റിംഗ് ആവുന്നുള്ള രീതിയിലാണ് ഈ ജെൽ ഐലൈനർ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നല്ല തിക്കായിട്ട് മുകളിൽ വരച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് കണ്ണിൻ്റെ താഴെയായിട്ട് ഒന്നും കൂടി അതിൻ്റെ കാജലിൻ്റെ മീതെ കൂടെ വരച്ചിട്ട് ചെറിയൊരു വിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഡ്രാസ്റ്റിക് വിങ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് പെട്ടെന്ന് മാഞ്ഞു പോകാൻ ചാൻസ് ഇല്ലേ, അതുകൊണ്ടാണ് കുഞ്ഞു വിങ്ങിൽ നിർത്തിയിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കണ്ണ് ഉണ്ടയായിട്ട് തോന്നാനായിട്ട് നല്ലത് ചെറിയൊരു വാലിൽ നിർത്തുന്നതാണ്. ഔട്ടർ കോർണേഴ്സിൽ നന്നായിട്ട് കാജൽ എഴുതുക, അതേപോലെ ഇന്നർ കോർണേഴ്സിൽ കുറച്ച് മതി കേട്ടോ. പിന്നെ പിങ്ക് കളറിൽ ഷെയ്ഡ് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തിരുന്നില്ലേ, സെയിം ഷെയ്ഡ് എടുത്തിട്ട് ഈ കണ്ണിൻ്റെ ഔട്ടർ കോർണേഴ്സിൽ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഗോൾഡൻ കളർ, അത് വെച്ചിട്ട് ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെയായിട്ടൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പൗഡർ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ലൂസ് പൗഡർ ഇട്ട് കൊടുത്തിരുന്നില്ലേ, അതൊന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യാം. ഇനി മസ്കാര അപ്ലൈ ചെയ്യണം. അതിനേക്കാളും മുമ്പ് ജസ്റ്റ് ഒന്നൊരു ഐലാഷ് കേളർ ഉപയോഗിച്ചിട്ട് ഒന്ന് കൺപീലി ഒന്നിങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കേൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസ്കാര ഉപയോഗിച്ചിട്ട് നല്ലോണം 3-4 കോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഈ കണ്ണെഴുതിയതിനൊന്നും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം റൂട്ട്സ് മുതൽ ഇങ്ങനെ നന്നായിട്ട് വിഗിൾ ചെയ്ത് മേപ്പട്ടേക്ക് കൊണ്ടുവരിക. അതേപോലെ താഴത്തും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേക്ക് ലാഷസ് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് അന്നത്തെ ദിവസം ട്രൈ ചെയ്യരുത്. നല്ലോണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം ഫേക്ക് ലാഷസ് വെച്ചാൽ മതി. ഐബ്രോസിനായിട്ട് ഞാൻ ഈ ഐബ്രോ കിറ്റിൽ വെറ്റ് ആൻഡ് വൈൽഡ് ഐബ്രോ കിറ്റിൽ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഗ്യാപ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഒരുപാട് ലൈറ്റായിട്ടുള്ള ഐബ്രോസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതി കൊടുക്കേണ്ടി വരും കേട്ടോ. എനിക്ക് കുറച്ച് തിക്കായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അതിൽ തന്നെ ഒരു ക്രീം, ഒരു ജെല്ലല്ല ഒരു ക്രീമാണത്. അത് എടുത്തിട്ട് എഗെയിൻ ആ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോസ് എഴുതിയില്ല, അതിൻ്റെ മീതെ കൂടി ജസ്റ്റ് ഒന്നും കൂടി ടോട്ടൽ ഐബ്രോസിൻ്റെ മീതെ ഒന്നും കൂടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. വേണമെങ്കിൽ ഒരു സ്പൂളിയും കൂടെ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ 2 കണ്ണും ചെയ്തു. ഇനി ലിപ്സ്റ്റിക്കിന് ഞാൻ ആദ്യം തന്നെ ഒരു ലിപ് ക്രയോൺ എടുത്തിട്ടുണ്ട്. അതൊരു റെഡ് കളറിലെ ലിപ് ക്രയോൺ ആണ്. അത് വെച്ചിട്ട് ഫുൾ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീതെ ലാക്മി 925 പ്ലം ഫെദർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അതിൻ്റെ മീതെ അപ്ലൈ ചെയ്യുകയാണ്. 2 ലിപ്സ്റ്റിക് ആകുമ്പോൾ ഒന്നും കൂടി ലോങ് ലാസ്റ്റിംഗ് ആവും. അത് മാത്രമല്ല എൻ്റെ സാരിക്ക് എനിക്ക് കുറച്ചും കൂടി മാച്ച് ആവണത് ഇതാണെന്ന് തോന്നി. പിന്നെ ബ്ലഷായിട്ട് ഞാൻ എഗെയിൻ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ബ്ലഷായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. മൂസ് കൺസിസ്റ്റൻസി ആണ് ഇതിന്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ചീക്സിലൊന്ന് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് സെയിം ബ്രഷ് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഹൈലൈറ്ററിന് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റർ എടുത്തിട്ട് എഗെയിൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത്, അതായത് ഈ ചീക്ക് ബോൺസിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രം മൂക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക, ആ ഒരു ഷൈനിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രേ വേണ്ടൂ. എന്നിട്ട് ഈ സെയിം ഐ ഷാഡോ പാലറ്റിൽ നിന്ന് നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് അതൊന്നും എടുത്തിട്ട് ഞാൻ നോസ് മാത്രമേ കോൺടോർ ചെയ്യണല്ലോ കേട്ടോ. അതായത് മൂക്കിൻ്റെ അപ്പുറത്തും ആ ബ്രൗൺ ഷെയ്ഡ് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചീക്ക് ബോണൊക്കെ ഒന്ന് കോൺടോർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അവസാനം മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം സ്പഞ്ചിൽ സ്പ്രേ ചെയ്തില്ലേ, ആ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വീശി കൊടുക്കുക. എന്നിട്ട് ഒരു സെയിം
ബ്ലെൻഡർ ലൈക്ക് മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് റെഡിയാണ്. ഇപ്പോൾ കുറച്ചൊന്ന് ഒരു ഉദിച്ച പോലെ തോന്നും, കുറച്ചൊന്ന് കാര്യമായിട്ടുണ്ടെന്ന് തോന്നും. നമ്മുടെ സ്കിന്നായിട്ടൊന്ന് സെറ്റാവും. ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓക്സിഡൈസ് ആവും, അതായത് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഒരു പടിക്ക് ഡാർക്കറായി പോവും കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കളറായിട്ട് വരും. ഓക്കെ, ഇനി ഞാൻ ഹെയർ സ്റ്റൈൽ കാണിക്കാം. ആദ്യം തന്നെ ഞാൻ മുടി രണ്ടായിട്ട് ഭാഗിച്ച് മുടി നന്നായി ചെയ്യുകയാണ്. ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുടിയിൽ ജടയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. ഞാൻ മിഡിൽ പാർട്ടീഷനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫ്രണ്ട് സെക്ഷൻ മാത്രം ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുടി വല്ലാണ്ട് പറപറാന്ന് നിൽക്കണ്ട എന്നുള്ളൊരു രീതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ ബാക്കിലത്തെ മുടിയൊക്കെ കെട്ടാൻ പോവാണ്. അപ്പോൾ പിന്നെ ബാക്കിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അലോവേറ ജെൽ എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ്ലി മുടിയിൽ, എസ്പെഷ്യലി ഈ സ്കാൽപ്പിലല്ല, മുടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഷൈൻ ഉണ്ടാവും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഹെയർ സ്റ്റൈൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇതേപോലെ ഓരോരോ സെക്ഷൻ മുടി എടുത്തിട്ട് ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ചൊരു വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. വല്ലാണ്ട് ഒട്ടിയിരിക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് വോളിയം തോന്നിക്കാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായി വലിച്ച് കുറച്ച് ജട വരുത്തിയിട്ട് ആ വോളിയം ഉണ്ടാവില്ലേ, അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ്. നമുക്ക് ഫ്രണ്ടിൽ കുറച്ചും കൂടി വെറൈറ്റി വേണം, കുറച്ചുകൂടി ഭംഗിയായിട്ട് വേണമെങ്കിൽ കുറച്ച് മുടി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഹെയർ സ്റ്റൈൽസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ സിമ്പിളാക്കി നിർത്താം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ കുറച്ചൊരു പുഫ് പോലെ വേണമെങ്കിൽ ബാക്കിലും നമുക്ക് നന്നായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് കുറച്ച് വോളിയം കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുടി എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു അത്യാവശ്യം വലിയൊരു ബൺ ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോണിറ്റെയിൽ ഉണ്ടല്ലോ, പോണിറ്റെയിൽ എന്ന് പറയാൻ പറ്റില്ല, ലോ പോണിറ്റെയിൽ, അതിനെ ഞാൻ രണ്ടായിട്ട് ഭാഗിക്കുകയാണ് കേട്ടോ. രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ മെടയിൽ ടൈറ്റായിട്ടോ ലൂസായിട്ടോ ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സാധാരണ രീതിയിൽ മെടയാം. മെടഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് താഴെ ഒരു ബാൻഡ് ഇടണമെന്നോ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെടഞ്ഞാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ രണ്ട് ഭാഗം മെടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഈ ബാൻഡ് നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ, ഹെയർ ബണ്ട് കെട്ടിയിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ചുറ്റി വെക്കുകയാണ് ചെയ്യാൻ പോണത്. ചുറ്റി വെക്കണേക്കാൾ മുമ്പ് നമ്മുടെ മുടിവാറുണ്ടല്ലോ, മുടിവാർ എടുത്തിട്ട് ഇതിൻ്റെ പിന്നിൽ കൂടെ, അതായത് നമ്മുടെ മുടിയുടെ പിന്നിൽ കൂടെ ഈ ബാൻഡിന് ചുറ്റും, അതായത് ഈ പോണിറ്റെയിൽ, ലോ പോണിറ്റെയിലിൻ്റെ ചുറ്റും നന്നായിട്ട് കെട്ടി വെക്കുക കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ചരടായിരിക്കും, അത് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക. ഇത് എൻ്റെ കല്യാണ സമയത്ത് ഉപയോഗിച്ചതാണിത്. അപ്പോൾ ഞാൻ ആ മുടിവാറ് ഊരണ സമയത്ത് മുടിവാറിൻ്റെ ആ തിക്കായിട്ടുള്ള ബാൻഡില്ലേ അത് വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കട്ടി നൂല് വെച്ച് ചെയ്തതാണ്. പക്ഷേ പുതിയത് മേടിക്കുമ്പോൾ അതിൽ നല്ല തിക്കായിട്ടുള്ള വള്ളി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരു 5-6 ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് അതിനെ അങ്ങോട്ട് പിന്ന് ചെയ്ത് സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഒരു കാരണവശാലും ഊരി പോരരുത്. അങ്ങനെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ചുറ്റും നമ്മുടെ മെടഞ്ഞു വെച്ചിരിക്കുന്ന മുടിയുണ്ടല്ലോ, അതിനെ ഇതേപോലെ ചുറ്റി വെച്ചിട്ട് നമുക്ക് ഈർക്കിലി സ്ലൈഡോ യൂപ്പിനോ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം 1-2 തവണ ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക, അതിനുശേഷം യൂപ്പിൻ ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ അപ്പുറത്തെ ഭാഗവും അതേപോലെ തന്നെ ചുറ്റി വെക്കുക കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് നല്ല വോളിയം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഹെയർ ടൈ വെച്ചിട്ട് തന്നെ കെട്ടുക എന്നുള്ളത്. പിന്നെ മുടിവാറിൽ നമുക്ക് പല തരത്തിൽ ഡെക്കറേഷൻസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മുല്ലപ്പൂ എടുത്തിട്ട് ഇതൊരു എത്ര മുഴ ഉണ്ടെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. എന്തായാലും ഞാൻ ഉള്ളത് ഞാനിങ്ങനെ മടക്കി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മടക്കിയിട്ടുണ്ട്. ഒരു 4 തവണ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റത്ത് ഞാൻ പിൻ വെച്ചിട്ട് ബോബി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഞാൻ മുടിവാറിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ച് കൊണ്ടുവരികയാണ്. ചുറ്റിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെ ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി എനിക്ക് കണ്ടായിരുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഗ്യാപ്പ് വരണമെന്ന് സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആരെങ്കിലും സഹായത്തിനുണ്ടാവുമല്ലോ കല്യാണ സമയമൊക്കെ ആകുമ്പോൾ, അപ്പോൾ അവരുടെ ഒരു ഹെൽപ്പ് ചോദിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വളച്ചെടുക്കുകയാണ്. അതായത് നമുക്ക് ബേസിക്കലി ഇതിനെ ഫില്ല് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഒരു എസ് ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവരിക, ഗ്യാപ്പ് ഇല്ലാണ്ട്. ഇനി നമുക്ക് താഴെ കൂടെ
എടുക്കുന്നത് അത്ര നന്നാവില്ല. കാരണം താഴെ വല്ലാണ്ട്, അതായത് മുടിവാറിൻ്റെ താഴെ ഇനിയും ഭയങ്കര ബൾക്കി ആയിട്ട് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അത്ര നന്നാവില്ല. എന്തായാലും നമുക്ക് ആ മുകളിലത്തെ ഭാഗം ഫുള്ളായിട്ട് കവർ ആവണം. നമ്മുടെ മുല്ലപ്പൂ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ മുല്ലപ്പൂ ഒരു പ്രത്യേക ഒരു മുല്ലപ്പൂവാണ്, അത്ര രസമില്ല കാണാനായിട്ട്. എന്നിട്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ലേശം ഒന്ന് വലിച്ചു കൊടുക്കണമെങ്കിൽ ലേശം വലിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ചുകൂടി ഒരു സ്ലീക്ക്, ഒരു കുറച്ചുകൂടി നീറ്റ് ലുക്ക് പ്രിഫർ ചെയ്യണോണ്ട് ഞാൻ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഹെയർ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം, സോ ദാറ്റ് അത് പറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഹെയർ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈരണ്ട, ജസ്റ്റ് ഒന്ന് പതിയെ കൈ വെച്ചോ ജസ്റ്റ് ഒന്ന് ചീർപ്പ് വെച്ചോ ജസ്റ്റ് ഒന്ന് തലോടി കൊടുത്താൽ മാത്രം മതി. പിന്നെ നെറ്റിച്ചുട്ടി ഞാൻ എന്താ ചെയ്തിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, ശരിക്കും കുളത്തിൽ തന്നെ ഒരു ത്രെഡ്, ബ്ലാക്ക് ത്രെഡ് കെട്ടി വെക്കുക. എന്നിട്ട് ആ ബ്ലാക്ക് ത്രെഡിൽ ഈർക്കിലി സ്ലൈഡ് കുത്തിയിട്ട് ആ ഈർക്കിലി സ്ലൈഡിന് ചുറ്റും ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് കെട്ടി വെക്കുക കേട്ടോ. ആ നൂല് അങ്ങനെയാകുമ്പോൾ അത് അങ്ങനെ ഇരുന്നോളും. ശരിക്കും കുളത്തിൽ തന്നെ ഇതാക്കിയാൽ മതി, നൂല് കെട്ടിയാൽ മതി. ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് നൂല് കെട്ടിയത്, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ സാരി എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതായത് തലേദിവസം തന്നെ ഇങ്ങനെ തേച്ചിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാനിവിടെ കാർട്ടിലിടാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അതിനുശേഷം എഗെയിൻ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ എടുത്തിട്ട് ഈ പ്ലീറ്റ്സിലെല്ലാം നന്നായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറേ കൂടി നല്ല നീറ്റ് ലുക്ക് ഉണ്ടാവും. അതേപോലെ താഴത്തെ മുന്താണി ഉണ്ടല്ലോ, അതും ഇതേപോലെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അയേൺ ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴത്തെ പ്ലീറ്റ്സും അതെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. സാരി തലേദിവസം തന്നെ റെഡിയാക്കി വെക്കാം. പിന്നെ അരപ്പട്ട എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാവുന്നതാണ്. പിന്നെ ആക്സസറീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടാം. ഇവിടെ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയാം, മാല ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അതെനിക്ക് വലിയൊരു അബദ്ധമായിരുന്നു. കാരണം മുല്ലപ്പൂ ഒക്കെ ഉള്ള കാരണം നമുക്കത് വലിച്ചിടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാല ഇട്ടതിന് ശേഷം മാത്രം ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഞാനത് അത്ര ഓർത്തില്ല, മണ്ടത്തരമായിപ്പോയി അത്. പക്ഷേ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ 3 മാലയാണ് ഇട്ടിരിക്കുന്നത്. എത്ര മാലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇടാവുന്നതാണ്. 3 മാല ഉള്ളതുകൊണ്ട് എനിക്കത് സൂചി വെച്ച് പിന്നിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു 4-5 മാലയൊക്കെ ഇടെങ്കിൽ ഒന്ന് സൂചി വെച്ചിട്ടൊന്ന്, അതായത് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നി ഇത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതെൻ്റെ അമ്മയുടെ സാരിയാണ്. ഞാനിത് കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ചിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് ആമസോണിൽ നിന്നാണ്. ആക്സസറീസ് എല്ലാം ആമസോണിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. അത് ആമസോണിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് എന്തായാലും പറയണം കേട്ടോ. എൻ്റെ ഒരു ട്രൈ ആയിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ ലൈറ്റ് കുറച്ചൊന്ന് കാര്യമായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരുന്നു. എനിക്ക് പുറത്ത് പോയി സൺലൈറ്റിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അന്ന് ലേറ്റായി, ഭയങ്കര മഴ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പോരായ്മ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ബാക്കി എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.